ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഉഴുന്ന് വട തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഉഴുന്ന് വട ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഉഴുന്ന് വട നമുക്കിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഒരു തൈര് വടയാക്കിയാലോ, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്നും ഉഴുന്ന് വട നമ്മൾ കഴിക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കൂ. തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദാ ഇവിടെ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 2 കപ്പ്, നമ്മുടെ മെഷറിംഗ് കപ്പിൽ തന്നെ 2 കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് ഫോർക്ക് വെച്ചോ ബീറ്റർ വെച്ചോ എന്തെങ്കിലും നല്ലോണം നമുക്ക് അതിൻ്റെ കട്ടകളൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് ഒരു ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കി നമുക്ക് എടുക്കാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്. തമിഴ്നാടൊക്കെ സ്റ്റൈലിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എന്താണ് വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ കിട്ടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് വടയാണ് കേട്ടോ. അതേ സെയിം റെസിപ്പിയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു മസാല തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. മക്കളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഒന്നോ രണ്ടോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ നല്ലോണം അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിലോട്ട് നമുക്ക് ഈ അരപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. ഞാൻ പറഞ്ഞല്ലോ, ഫോർക്കോ ബീറ്ററോ എന്തെങ്കിലും വെച്ച് നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ച് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ തൈര് വടയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. തമിഴ്നാടൊക്കെ ഇത് തിരുനെൽവേലി സ്റ്റൈൽ ആ സ്റ്റൈലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുള്ളവർക്ക് എന്താണ് വെജിറ്റേറിയൻ ഹോട്ടലിലോ ഏത് ഹോട്ടലിൽ കയറിയാലും നമ്മൾ തൈര് വട നമ്മൾ ഓർഡർ ചെയ്താൽ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് വട കിട്ടും കേട്ടോ. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉറപ്പായിട്ടും കഴിക്കും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തൈരിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, നല്ല ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വടയ്ക്ക് നമ്മൾ ഉപ്പിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കണ്ടോ, ഇതാണ് നമ്മുടെ തൈരിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. കണ്ടുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ക്രീമി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് 2 വറ്റൽമുളക് കീറിയിടുന്നുണ്ട് കേട്ടോ. ഇനി തമിഴ്നാട് സ്റ്റൈലിലൊക്കെ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ കടുകിനോടൊപ്പം കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ അവർ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജീരകം ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജീരകം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം കായപ്പൊടിയും കൂടി ആഡ് ചെയ്യണേ. ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി കായപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഈ താളിച്ചതും കൂടെ നമുക്ക് തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. ഇനി എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തൈര് വടയ്ക്കുള്ള തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വട ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഓരോ വടയായിട്ട് ഇട്ട് കൊടുക്കാമേ. വടയിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് മതി കേട്ടോ. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക, എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല വടയൊക്കെ നല്ലോണം സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതേപോലെ വെള്ളത്തിലിട്ട് നമ്മൾ വട റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈര് വട റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഒരു ബൗൾ വെച്ച് അതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത വട ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വട ഒന്ന് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വട മുങ്ങി നിൽക്കാൻ കണക്കിന് തന്നെ തൈര് ഒഴിച്ച് കൊടുക്കണേ. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂവി കൊടുക്കാം. അതിൻ്റെ പുറത്തോട്ട് നമുക്ക് മിച്ചർ ഉണ്ടല്ലോ, ആ മിച്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ തൈരിനോടൊപ്പം തന്നെ മിച്ചറും കൂടെ നമുക്ക് ഈ വട കഴിക്കുമ്പോൾ കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതെന്തായാലും മിസ് ചെയ്യാതെ നിങ്ങൾ ആഡ് ചെയ്തോണേ. ഇനി ഞാൻ ജസ്റ്റ് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് അതിൻ്റെ പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ നല്ല നല്ല ചന്തയില്ലേ, കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടല്ലോ,
നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നമ്മള് വട വെള്ളത്തിലിട്ട് കുതിർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ മുളക് പൊടി ഇടുന്നത് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതായത് നോക്കാം കണ്ടോ, നമുക്കറിയാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല വടയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ മുൻപോട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഞാൻ കൂടുതൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം സിമ്പിൾ ആയിട്ട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഫീഡ്ബാക്ക് അറിയിക്കണേ. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.